ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് മസാലകളൊന്നുമില്ലാതെ കുറച്ച് സ്നേഹവും ശരിയായ ഫ്ലേവറും മാത്രം ഇന്ന് വീട്ടിൽ തയ്യാറാക്കിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണിയാണ്. ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. ബസ്മതി റൈസ്, ഞാൻ ഇതിനകത്തൊരു 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. കാർഡമൻസ് ഒരു 4-4 മതിയാവും. സിനമൺ സ്റ്റിക്ക്, ഗ്ലൗസ്, പിന്നെ ഫെനൽ സീഡ്, അത്യാവശ്യമായിട്ടുള്ള പിന്നെ സ്റ്റാർ മക്കല്ലേ തക്കോലം, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി, ടൊമാറ്റോ പ്യൂരി, ചിക്കൻ സ്റ്റോക്ക്, മാഗി ക്യൂബ്സ്, സോൾട്ട്, ഓയിൽ, വെജിറ്റബിൾ ഗീ, ബട്ടർ, ചെറിയൊരു ക്യാരറ്റ്, പിന്നെ ഓണിയൻ, പിന്നെ നട്ട്സോ ഡ്രൈ സൺസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുക. എൻ്റെ കയ്യിലില്ല, അത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിൽ എണ്ണയും അതുപോലെ തന്നെ ഗീയോ ബട്ടറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ കുറച്ചും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് അത്യാവശ്യമായ സ്പൈസസുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ സ്പൈസസിലിടുക, ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത ശേഷം അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. ചെറുതായി അരിഞ്ഞ സവാള ചേർക്കുക. പിന്നെ ആ സവാള ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റുക. അതിലേക്ക് ഉപ്പ് ചേർത്ത് വഴറ്റണം കേട്ടോ, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ ക്യാരറ്റ് ചേർക്കുക. അതിനുശേഷം ക്യാരറ്റ് ചേർക്കുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം ടൊമാറ്റോ പ്യൂരി ചേർക്കുക. പിന്നെ മാഗി ക്യൂബ്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കുക. എൻ്റെ കയ്യിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഞാൻ പിന്നെ ഇതിനകത്തോട് ചേർക്കുന്നത്. പിന്നെ നമ്മുടെ 3 ഗ്ലാസ് അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ലതുപോലെ തന്നെ. അത് ഈ മിക്സ് നന്നായിട്ട് ബ്ലെൻഡ് ആയതിനു ശേഷം അതിലോട്ട്, അതായത് ഈ നമ്മുടെ സവാള നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുമല്ലോ, അപ്പോഴത്തേക്കും നമ്മളുടെ ഈ അരി ഇട്ട് കൊടുക്കുക. ഈ അരി ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ മാറ്റി വെച്ചേക്കുന്നത്, അത് ഇതിനകത്തോട്ട് ഒഴിക്കുക. നന്നായിട്ട് തിളച്ച് വന്നാൽ, നല്ലതായിട്ട് തിളച്ച് വരും, ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ അല്പം നിങ്ങൾക്ക് എരിവിന് പാകമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അത്യാവശ്യത്തിന് പച്ചമുളക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് അധികം എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അധികം ചേർത്തിട്ടില്ല. നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുക. കുതിർത്തിരിക്കുന്ന അരിയാണ്, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കുക്ക് വെയർ ആണ് ഇരിക്കുന്നത് അതിൻ്റെ സിമ്മിലാക്കി വെക്കുക. അതിൻ്റെ ആ ഒരു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. നല്ല തിള വന്നതിന് ശേഷം പിന്നെ അതൊരു 200, നിങ്ങൾ എങ്ങനെയാണോ ഏത് ഗ്യാസ് സ്റ്റൗ ആണ് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിനെ ഒന്ന് മിനിമത്തിലോട്ട് വെക്കുക. പിന്നെ അതൊരു 20 മിനിറ്റ്സ് അടച്ച് തന്നെ വെക്കുക. ഈ 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ അരി കറക്റ്റായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങളുടെ കയ്യിലുള്ള ഗീ, വെജിറ്റബിൾ ഗീ ആവാം അല്ലെങ്കിൽ ബട്ടർ ആവാം, എന്താണ് കുറച്ച് അതുകൂടെ ചേർക്കുക. മല്ലിയിലയോ പുതിനയിലയോ ഗാർണിഷ് ചെയ്യാം. പിന്നെ നെയ്യിൽ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത ശേഷം ഒന്നും കൂടെ അടച്ച് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് മതിയാവും. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നിങ്ങളുടെ കയ്യിൽ, ഞാൻ ഓൾറെഡി തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, അതിൻ്റെ മസാല എന്ന് പറയുന്നത് മുളക് പൊടി, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മാഗിയുടെ ക്യൂബ്സ്, ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഞാൻ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലേവർ മാറി നിൽക്കും. അധികം മസാലകൾ ചേർക്കാതിരിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരുന്നത്. ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്.